الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولا تقربوا الفواحش ما ظهر منها وما بطن. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ച് സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അവൻ പാലിക്കേണ്ടതായ നിയമങ്ങൾ, അവന്റെ ജീവിതത്തിൽ അവൻ സൂക്ഷ്മത പുലർത്തേണ്ടതായ നിയമങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ പടച്ച് സൃഷ്ടിച്ച റബ്ബ് അവന്റെ ഓരോ ചലനങ്ങളെ സംബന്ധിച്ചും കൃത്യമായി അറിയുന്ന, അവന്റെ മനസ്സിന്റെ ഓരോ ചലനങ്ങളെ സംബന്ധിച്ചും ബോധ്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പാലിക്കേണ്ട നിയമങ്ങളെ നമുക്ക് മുന്നിൽ പഠിപ്പിക്കുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും അതിനെ ഒരു ലാഘവത്തോടെ കാണുക സാധ്യമല്ല എന്നാണ് അല്ലാഹുവും റസൂലും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ വചനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ അവന്റെ ജീവിതത്തിൽ ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും ഏത് നിമിഷവും അവന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സൗഭാഗ്യമാണ്. അപ്പൊ നമ്മെ അറിയുന്ന നമ്മുടെ റബ്ബ്, നമ്മുടെ നല്ലതും നമ്മുടെ ന്യൂനതയും അറിയുന്ന റബ്ബ് അവന്റെ നിയമങ്ങൾ നമുക്ക് മുന്നിൽ പഠിപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരും അതിനെ ഗൗരവത്തോടു കൂടി കാണണമെന്നാണ് സൂചിപ്പിക്കാൻ. നന്മ ചെയ്യണമെന്ന് പറയുക മാത്രമല്ല, നന്മയുടെ വാതിലുകൾ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എന്താണ് എന്ന് നമുക്ക് മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും പരിശുദ്ധമായ അല്ലാഹുവിന്റെ കലാമിലൂടെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. തിന്മയിലേക്ക് പ്രവേശിക്കരുത് എന്ന് മാത്രമല്ല,
തിന്മയിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓരോ സംഭവങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ, അതിലേക്ക് അടുക്കാതിരിക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചും അല്ലാഹു ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഓരോ നന്മയും ഓരോ തിന്മയും നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചും അല്ലാഹു കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഓരോ തിന്മയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നത് വളരെ വലുതാണ്. ഏതൊരു നന്മയ്ക്കും എത്ര കണ്ട് വലിപ്പമുണ്ടോ അതുപോലെ ഏതൊരു തിന്മയും ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ സുന്നത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ സിനയുമായി ബന്ധപ്പെട്ട്, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നോക്കിയാൽ അള്ളാഹു വളരെ ഗൗരവത്തിലാണ് ആ വിഷയത്തെ സമീപിക്കുന്നത് എന്ന് കാണാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്ന അതുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആമുഖമായി അല്ലെങ്കിൽ ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ട ഒരു പുരുഷനായ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ വ്യഭിചാരം വരാതിരിക്കാൻ, അവനൊരു അന്യ സ്ത്രീയുമായി ബന്ധം സ്ഥാപിക്കാതിരിക്കാനുള്ള മാർഗത്തിന്റെ ആദ്യത്തെ കവാടം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അതിങ്ങനെ കാണാം, കുല്ലിൽ മുഅ്മിനീന യഖുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون. കുല്ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കണം പ്രവാചക, യഖുല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. അന്യ സ്ത്രീകളെ കാണുമ്പോൾ അവളെ നോക്കുവാനുള്ള ത്വര ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് വരാതിരിക്കാൻ ഒരു നോട്ടം നോക്കി അത് പിന്നെയും നോക്കിയാൽ അവൻ ഹറാമുകളിലേക്ക് കടന്നു പോകുമെന്നുള്ള കൃത്യമായ ബോധ്യമുള്ള റബ്ബ് വിശ്വാസികളോട് പറഞ്ഞു, യഖുല്ലൂ മിൻ അബ്സാരിഹിം, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തി കളയണം. വയഹ്ഫളൂ ഫുറൂജഹും, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കണം. കണ്ണുകൾ താഴ്ത്തിയാൽ ഗുഹ്യസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ അത് നശിക്കാനുള്ള കാരണമായി തീരുമെന്ന് ആമുഖമായി പറയുന്നതാണ്. കണ്ണ് താഴ്ത്തണം. ഈ ഹറാമായ ഒരു നോട്ട് നോക്കാൻ പാടില്ല. അന്യ പെണ്ണാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടാകണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക അസ്കാ ലഹും, അതാണ് വിശ്വാസികളായ ആളുകൾക്ക് തസ്കിയത്ത് കിട്ടുന്നത്. അസ്ക എന്ന് പറഞ്ഞ പ്രയോഗം എന്ന് പറയുന്നത് അഫ്ളൽ വസ്നാണ്. ഏറ്റവും നല്ല സംസ്കാരമുള്ള വ്യക്തിയുടെ അടയാളമാണ് അന്യ സ്ത്രീകളെ കാണുമ്പോൾ അവളെ നോക്കാതിരിക്കുക എന്നുള്ളത്. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹ് അറിയുന്നവനാണ്. ഞാൻ നിങ്ങൾ കട്ടു നോക്കിയാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അപ്പൊ അള്ളാഹിന്റെ തിരുനോട്ടത്തിൽ നിന്ന് നമ്മൾ ആരും ഒഴിവല്ല എന്നാണ്. അതുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. വ്യഭിചാരത്തിലേക്ക് എത്താനുള്ള മാർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയിട്ടു. കണ്ണ് പുരുഷന്റേത്, അത് താഴ്ത്തുന്നതിലൂടെയാണ് ജീവിതത്തിൽ അവന് വിശുദ്ധി ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒന്ന് നോക്കിയാൽ വീണ്ടും നോക്കുവാനുള്ള ഒരു മനുഷ്യന്റെ ഒരു ആഗ്രഹം. മനസ്സ് എന്നത് തിന്മകളിലേക്ക് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങോട്ട് പോകണം, അതിലേക്ക് അടുക്കണം, അത് നിന്നെ നശിപ്പിക്കാനുള്ള കാരണമാണ് എന്നുള്ള ബോധ്യമല്ല, മറിച്ച് അതിന്റെ ആസ്വാദനത്തെ കണ്ടെത്തി തരും മനസ്സ്. അപ്പൊ മനസ്സിനെ കെട്ടിയിടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, കൽപ്പിക്കുമെന്ന് മനസ്സ് പറയും, അതിലേക്ക് അത് ചെയ്യും, ഇന്ന കാര്യം, ഹറാമായ ഒരു കാര്യം നീ ചെയ്യുമെന്ന് മനസ്സിങ്ങനെ മന്ത്രിക്കും. അതുകൊണ്ട് അതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതിന്റെ ഗൗരവം അത്ര വലുതാണ് എന്ന്. നമ്മുടെ കൈകളിലുള്ള നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ സംവിധാനങ്ങളെല്ലാം തിന്മകളിലേക്ക് നമ്മൾ വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹറാമായ നോട്ടങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കും. ഒരു സൈറ്റ് എങ്ങാനും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ ആ തിന്മ ഇങ്ങനെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായി വന്നുകൊണ്ടേയിരിക്കും. നമ്മളറിയാതെ നമ്മളത് നോക്കും, വീണ്ടും അത് നോക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും, അടുത്ത ദിവസം നമ്മളെടുത്ത് നോക്കും. ഇങ്ങനെ ഒരു തിന്മ നമ്മളെ വേട്ടയാടിയാൽ ആ തിന്മയുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. മനസ്സ് ഫോൺ സൈറ്റുകൾ സജീവമാണ്. അന്യ പെണ്ണിനെ നോക്കാനുള്ള, അന്യ പുരുഷനെ നോക്കാനുള്ള സംവിധാനങ്ങൾ വളരെ വലുതായിട്ടാണ് സമൂഹങ്ങളിൽ മീഡിയകളിലൂടെ കടന്നു വരുന്നത്. വിദ്യാർത്ഥി തലമുറയെ ഏറെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണെന്ന്. ഹറാമായ നോട്ടങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയും അവരതിന്റെ ആസ്വാദന തലങ്ങളിലേക്ക് എത്തിപ്പെടുകയും എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര യുവാക്കളായ ആളുകളിൽ, യുവതികളായ ആളുകളിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും പറയാറുണ്ട്, മൈ ബോഡി മൈ ചോയ്സ്,
എന്റെ ശരീരം അത് എന്റെ ഇഷ്ടമാണ് എന്ന രൂപത്തിൽ പല ആപ്പുകളും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വരും. ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഇന്ന പെണ്ണുവായി സല്ലപിക്ക് ആരും അറിയില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ മൊബൈലുകളിലേക്ക് വരികയാണ്. അതിന്റെ ആപ്പുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാമെന്നുള്ള സംവിധാനങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് വരികയാണ്. അത് ചെറിയ മനുഷ്യരാകട്ടെ വലിയ ആളുകളാകട്ടെ എല്ലാവരും ഇതിന് ഒരു അഡിക്ഷനായി മാറുന്ന ഇത്തരം തിന്മകളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം നമ്മൾ മുഖവിലേക്ക് എടുക്കണം വളരെ ഗൗരവത്തിൽ. കാരണം ആരും വെക്കിട്ട് കയറണ്ട, നിങ്ങളെ വെക്കിട്ട് കയറണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് പറയുന്ന തലമുറയാണ് വളർന്നു വരുന്നത്. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും. കല്യാണമൊന്നും വേണ്ട, നമ്മളിങ്ങനെ ആസ്വദിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് വിവാഹത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ തിന്മകളിൽ ഇങ്ങനെ വിരാജിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള രൂപത്തിലുള്ള ചിന്തകളുമായിട്ടാണ് യുവതലമുറ കടന്നു വരുന്നത്. അവരെ തിരിച്ചു വിളിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരായി മാറിയെങ്കിൽ മാത്രമേ ഒരു യുവതലമുറയെ നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് തിന്മകളെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും. മ്ലേച്ഛമായതെന്തും ആർക്കും എവിടെയും എപ്പോഴും ചെയ്യാമെന്ന നിലയിലേക്ക് സമൂഹത്തിൽ മെസ്സേജുകൾ കൈമാറപ്പെടുകയാണ്. ആണിനെ വേണോ, പെണ്ണിനെ വേണോ, അങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. ലെസ്ബിയൻ സിദ്ധാന്തം ഇങ്ങനെ കടന്നു വരികയാണ്. എന്ന് പറഞ്ഞാൽ ആണിന് വിവാഹം കഴിക്കാം, പെണ്ണിന് വിവാഹം കഴിക്കാം, അതിനൊരു തെറ്റുമില്ല എന്ന് പറയുന്ന മെസ്സേജുകൾ മീഡിയകളിലൂടെ കടന്നു വരികയാണ്. കുട്ടികൾ ചോദിക്കാണ്, ഇതെന്തുകൊണ്ടാണ്, അവരെന്താ വാപ്പ അങ്ങനെ, അവരെന്താ ഇങ്ങനെ, എന്താ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടാണ് അവരിത് കാണുന്നത്. അത്തരം തിന്മകൾ കാണുമ്പോഴും അവരങ്ങനെ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രേരിതരാകുന്ന ഒരവസ്ഥയിലേക്ക് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഷയത്തിലാണോ ശിക്ഷ ഏർപ്പെടുത്തിയത്, ഒരു ദുനിയാവിലെ ഏറ്റവും കഠിനമായ ശിക്ഷ ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ലിവാത്ത് എന്ന് പറയുന്ന ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ലെസ്ബിയൻ എന്ന് പറയുന്ന ഈ സംവിധാനത്തിനെ, ഈ മ്ലേച്ഛമായ സംവിധാനത്തിനെതിരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ ആ നാട്ടിലേക്ക് അയച്ചത്. അത്രയും വലിയ ശിക്ഷ, ഘോരമായ ശബ്ദം കൊണ്ടും അതുപോലെ തന്നെ ചുടുകല്ലുകൾ കൊണ്ട്, ചൂളയിലെരിയുന്ന ചുടുകല്ലുകൾ കൊണ്ട് മനുഷ്യരെ എറിഞ്ഞു കൊള്ളുന്ന രൂപത്തിലുള്ള ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന്റെ മേൽ ഇറക്കിയതെന്ന് കാണാൻ കഴിയും. ലൂത്ത് അലൈഹി സ്വലാം പറയുന്നുണ്ട്, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതഅതൂനൽ ഫാഹിഷ വഅൻതും തുബ്സിറൂൻ. ലൂത്ത് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, ആ ജനതയോട്, അതഅതൂനൽ ഫാഹിഷ, നിങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്, വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ നോക്കി നിൽക്കേ. ആണിനെയും പെണ്ണിനെയും അങ്ങനെ ജീവിക്കാനുള്ള സംവിധാനത്തിലേക്ക് നിങ്ങൾ എത്തുകയാണോ, എങ്ങനെ വിഭജിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാം ജനതയോട് ചോദിക്കുന്നു. അത്രയും കഠിന ശിക്ഷ ഇറങ്ങിയ വിഷയങ്ങളെ പോലും വളരെ രാഗവൂതിയോടുകൂടി അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസികളായ നമ്മൾ വളരെ കരുതലോടുകൂടി കാണണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരത്തെ സംബന്ധിച്ച് പറയുന്നത്, ഖുൽ നബിയേ പറയണം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ, രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഹറാമാണ് നിങ്ങൾ വ്യഭിചരിക്കുക എന്നത്, മ്ലേച്ഛവൃത്തികളിൽ ഏർപ്പെടുക എന്നത്, വ്യഭിചാരത്തെ സമീപിക്കുക എന്നത് അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യമാണ്. അൽ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അല്ലാഹിറ, പ്രത്യക്ഷമായ മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അൽ മുഅലിന, പരസ്യമായി കൊണ്ട് വ്യഭിചരിക്കലാണ്. ആളുകൾ കാണുകെ, ആളുകൾ കേൾക്കെ, അങ്ങനെ സംസാരവും മറ്റുമൊക്കെയായി വ്യഭിചാരത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പ്രത്യക്ഷമായ കാഴ്ചകളെ സംബന്ധിച്ചാണ് അല്ലാഹിറ, അൽ ഫവാഹിഷ് അല്ലാഹിറ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഭാഗത്ത് കാണാം അൽ ബാത്തിന. അത് ബാത്തിന എന്ന് പറഞ്ഞാൽ പരോക്ഷമായത്. ആര് പറയാ, തുഅമലു ഫിസ്സിർരി, രഹസ്യമായി ചെയ്യുന്ന ഹറാമിന്റെ വ്യഭിചാരത്തിന്റെ ഏതൊരു കാര്യമുണ്ടോ, വകിലാഹുമാ, ഇത് രണ്ടും മിനൽ ഇസ്മി, പാപങ്ങളിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇസ്മ എന്ന് പറഞ്ഞാൽ വൻപാപമാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. ഖാല തആല, അല്ലാഹു പറയുന്നുണ്ട്, വദറു ളാഹിറൽ ഇസ്മി വബാത്തിന, നിങ്ങൾ പ്രത്യക്ഷമായ വ്യഭിചാരത്തെയും പരോക്ഷമായി ചെയ്യുന്ന, ആരും അറിയാതെ ചെയ്യുന്ന വ്യഭിചാരത്തെയും നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖത്താദ റഹ്മത്തുള്ളാഹി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഐ അലാനിയത്തും വസിറുഹു, രഹസ്യമായതും പരസ്യമായതും, വകസീറുഹു വഖലീലുഹു, വലുതാകട്ടെ ധാരാളമാകട്ടെ, വഖലീലുഹു കുറച്ചാകട്ടെ, ചെറുതായാലും വലുതായാലും വ്യഭിചാരം തന്നെ. ഒന്ന് തൊട്ടല്ലേ ഉള്ളൂ, ഒന്ന് സംസാരിച്ചല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് നടന്നല്ലേ ഉള്ളൂ,
അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ ഒരു ചുംബനമല്ല നൽകിയുള്ളൂ. കസീറായാലും ഖലീലായാലും അത് ഹറാമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്ന് ഖത്താബ റഹിമഹുല്ലാഹി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ചെറുതാകട്ടെ വലുതാകട്ടെ രണ്ടായാലും ശരി അതിലേക്ക് സമീപിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അത് ഒരു സമൂഹത്തിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിഷയങ്ങളിൽ പോലും വളരെ മ്ലേച്ഛമായ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെടുമെന്ന് ആരും അറിയില്ലല്ലോ എന്ന് കരുതി ചെയ്യുന്ന തിന്മകൾ ഒരു വ്യക്തിത്വത്തെ തന്നെ നശിപ്പിച്ചു കളയും. ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബം പോലും തകർന്നു പോകാൻ അത് കാരണമാകും. അത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിലുള്ള എല്ലാ നിലക്കുള്ള വളർച്ചയെയും അത് ബാധിക്കുമെന്നാണ്. സമൂഹം മുഴുവനും നശിക്കാനുള്ള തിന്മകൾ ആ സമൂഹത്തിലേക്ക് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്നതാണ്. വ്യഭിചാരം എന്നത് ആരോപിക്കാൻ പോലും പാടില്ല. ഒരു വ്യക്തിയിൽ സാക്ഷികളില്ലാതെ ആരോപിക്കാൻ പാടില്ല എന്ന് പഠിച്ചൊരു വിഷയമാണെന്ന് വ്യഭിചാരം എന്നത്. ഒരാളിൽ ആരോപിക്കണമെങ്കിൽ കൃത്യമായ സാക്ഷികൾ ഉണ്ടാകണം. ആരോപണം നമ്മൾ ഉന്നയിക്കുമ്പോൾ പോലും സാക്ഷികളില്ല എങ്കിലും പറയാൻ പാടില്ല. നമ്മൾ ഒരാളെ കണ്ടിട്ടുള്ളൂ, പക്ഷേ അതിന് 4 സാക്ഷികൾ ഉണ്ടാകണം. അങ്ങനെയുള്ള നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു. കാരണം എന്താണ്? അത്രയും മ്ലേച്ഛമായ ഒരു കാര്യം ഒരു മനുഷ്യൻ ചെയ്തു എന്നറിയുമ്പോഴുള്ള അതിന്റെ ഭവിഷ്യത്ത് അത് സമൂഹത്തെ ബാധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലും നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, ഖദ്ഫുൽ മുഹ്സനാത്ത് എന്നത് വൻ പാപങ്ങളിൽ പെട്ടതാണ്. നല്ലവരായ സ്ത്രീകളെ കുറിച്ച്, നല്ല ഉമ്മമാരെ കുറിച്ച്, നല്ല സഹോദരിമാരെ കുറിച്ച് മോശമായ വാർത്തകൾ പറഞ്ഞു പ്രചരിപ്പിക്കുക എന്നത് ഖദ്ഫുൽ മുഹ്സനാത്ത് എന്നാണ്. അത് വൻപാപങ്ങളിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളിൽ ഒന്ന് അതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. അത് ആരോപണം പോലും തെറ്റാണ്. അത് ചെയ്യൽ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ അത് ആരോപിക്കൽ പോലും എന്താണ് വളരെ ഗൗരവമുള്ള വിഷയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ മൊബൈൽ എടുക്കുന്നു, നമ്മളറിയാതെ അതൊന്ന് കാണുന്നു, അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഒരു മനുഷ്യന്റെ വാർത്ത കേൾക്കുന്നു, ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യാൻ, അടുത്തൊരാളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകാം. വളരെ വേഗത്തിലാണത് ആ സമൂഹത്തിൽ ഒരു തിന്മ പ്രചരിക്കുന്നത്. ആളുകൾ അറിയുന്നു, പക്ഷെ കുറെ കഴിയുമ്പോൾ അയാൾ നല്ല മനുഷ്യനാണെന്ന് അറിയുന്നു. പക്ഷെ നമ്മൾ കാരണവും ആളുകൾ അറിഞ്ഞിട്ടുണ്ട് ആ ഒരു തിന്മ. അതുകൊണ്ട് ഏതൊരാളുടെ വിഷയം ഇങ്ങനെ കിട്ടിയാലും നമ്മൾ എടുത്തു ഉടനെ അയാളെ അപമാനിക്കാൻ കിട്ടിയൊരു അവസരം അതങ്ങോട്ട് മുതലെടുക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല എന്നാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം തിന്മകൾ പ്രചരിപ്പിക്കാൻ വളരെ ഒരു ആവേശം കാണുന്ന, ഒരു സന്തോഷം കാണുന്ന മനുഷ്യരായി പല ആളുകളും മാറി നിൽക്കുന്നു കാണാൻ. അതുകൊണ്ട് ഹൃദയങ്ങൾ അത് നല്ല രൂപത്തിൽ ഉള്ളതായി തീരണം. തിന്മകളിലേക്ക് പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ തിന്മയിലേക്ക് എത്തുന്ന വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നും, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആ വിഷയം പറഞ്ഞു. അൽ ഇസ്മു എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ അതാണ്. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിലുണ്ടാകുമെന്ന് എന്റെ മനസ്സിങ്ങനെ പറയും, അത് പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇന്ന തിന്മയിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മളോട് ആദ്യം ഒന്ന് വിലക്കും. അങ്ങനെയുള്ള കാര്യം നമ്മൾ പെൻഡിങ്ങിൽ വെക്കും. അത് ചെയ്യരുത്, അത് പറയരുത്, അതെന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മുടെ മനസ്സ് വളർന്നു വരുമെന്നാണ്. അതാണ് തിന്മ. അതിന്റെ ഹൃദയത്തിന് ഇങ്ങനെ അതൊരു ചൊറിച്ചിലും ഒരു കുത്തുമൊക്കെ ഉണ്ടാകും. അയാളെ കുറിച്ച് അങ്ങനെ പറയണോ വേണ്ടേ എന്ന് തോന്നൽ നമുക്കുണ്ടാകും. അതിലേക്ക് പോകണോ, ആരും തെറ്റ് ചെയ്യണോ എന്ന് എന്റെ മനസ്സിങ്ങനെ പറയും. മാത്രമല്ല, ആ ഒരു കാര്യം ആളുകൾ അറിയുമോ എന്ന്, ആളുകൾ എത്തി നോക്കുമോ എന്ന് നീ വെറുക്കുകയും ചെയ്യുന്ന കാര്യമാണെന്ന്. ഞാനത് ചെയ്താൽ രഹസ്യമായി ആരും അറിയാതെ എന്റെ റൂമിൽ നിന്ന് ചെയ്യണതാ. ഞാനും അവളെ അറിഞ്ഞിട്ടുള്ളൂ ആ ഒരു തിന്മ, ആരും അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്ന ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതാണ് തിന്മ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അയ്യത്വരി അലൈഹിന്നാസ്, മനുഷ്യർ കാണുമെന്ന് നീ വിചാരിച്ച് എല്ലാ ഡോറും ബന്ധൂസാക്കി, എല്ലാ ഡോറും ക്ലോസ് ചെയ്ത്, എത്ര വലിയ ഒരു ഇരുളിൽ നീ ഇരുന്ന് ചെയ്യുന്ന തിന്മയായാലും മനസ്സിലുണ്ടാകും. അതുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ആരും കാണാതെ ചെയ്തത്. ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങുന്ന ഒരു വിഷയമായാൽ പോലും ഉമ്മയും വാപ്പയും അറിയരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലെന്തുകൊണ്ട് തെറ്റാണ് എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം അതിന്റെ രുചി അറിയാൻ, ഒരു മദ്യത്തിന്റെ രുചി അറിയാൻ, ഒരു ലഹരിയുടെ രുചി അറിയാൻ, ഞാനത് തിന്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ആ തിന്മയിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തിന്മകൾ വരുന്നതിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണും. ഏത് രൂപത്തിൽ നമ്മളിലേക്ക് തിന്മകൾ കടന്നു വരാം, ഏതൊരു മനുഷ്യനെയും തിന്മകൾ ബാധിച്ചെന്ന് വരാം. ആരും മോസ്ലിമീങ്ങളല്ല, ആരും പാപങ്ങൾ കുറുക്കപ്പെട്ടവരല്ല, മറിച്ച്
എല്ലാവരിലേക്കും തിന്മകൾ കടന്നു വരും. പക്ഷേ പാപം ചെയ്യുന്ന നേരത്ത് എന്റെ മനസ്സിലൊരു ഒരു കുത്ത് ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ഞാൻ മാറി നിൽക്കും. പുരുഷനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് താഴ്ത്താൻ പറഞ്ഞതുപോലെ സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമം പഠിപ്പിച്ചത് ഇങ്ങനെയാണ് വിചാരവുമായി ബന്ധപ്പെട്ട്. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങൾക്ക് മഹറമായിട്ടുള്ള ആളുകൾ അവരല്ലാത്ത ഒരു പുരുഷനിലേക്ക് എത്തുന്ന രൂപത്തിൽ നിങ്ങളുടെ സീനത്ത്, നിങ്ങളുടെ അഴകിനെ നിങ്ങൾ വെളിവാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളായ വിശുദ്ധകളായ മുഅ്മിനീങ്ങളായ സ്ത്രീകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എങ്കിൽ പുരുഷൻ തിന്മയിലേക്ക് എത്തും. അത് നിങ്ങളവർ കാണുമെന്ന് ആഗ്രഹിച്ചിട്ടാണ്, ഇന്നാൾ നമ്മൾ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് അണിയുന്നത് പോലും അതുപോലും നമ്മൾ ഗൗരവമായിട്ട് കാണും. നമ്മൾ ഉടുക്കുന്ന വസ്ത്രം അത് ഒരാളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, മറ്റൊരാൾ കാണുമെന്ന് ആഗ്രഹിച്ചിട്ട് പല ആളുകളും എന്താണ് അവരുടെ സ്കാർഫുകൾ കെട്ടുന്നത് പോലും പലപ്പോഴും മുകളിലോട്ട് കയറ്റിയിട്ടാണ്. ആ മാരടം കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണ രീതികളൊക്കെ സ്വീകരിക്കുന്ന സ്ത്രീകൾ നമുക്ക് കാണാം. നമ്മുടെ അഴക് അത് വെളിവാകുന്ന രൂപത്തിലുള്ള, പ്രത്യക്ഷമായി പുരുഷന്റെ കണ്ണിലെത്തിപ്പെടുന്ന രൂപത്തിലുള്ള, അവന്റെ നോട്ടം ഒരു തിന്മയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ മാന്യമായ വസ്ത്രം ധരിച്ചുള്ളതല്ല, ധരിക്കുന്ന വസ്ത്രങ്ങൾ ആ കുപ്പായ വാറുകൾക്ക് മീതെ അത് താഴ്ന്നു കിടക്കുന്നതാകണം. നിങ്ങളുടെ കൈയും മുഖവും ഉൾപ്പെടെയുള്ള കൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ കൃത്യമായി മറയ്ക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. നിങ്ങളുടെ മുടികൾ മറയ്ക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണമെന്ന് ഇസ്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു പുരുഷന്റെ നോട്ടം എത്തുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ പോലും നമ്മൾ അങ്ങനെ ആകർഷണീയമായ വസ്ത്രങ്ങൾ ധരിച്ച് നമ്മുടെ സീനത്ത് വെളിവാക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തെളിയിപ്പെടുത്തി. മറ്റൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫലാ തഖ്ലഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽ ഖൗലൻ മഅറൂഫാ. അത്ര ഗൗരവമുള്ള വാക്കാണ് അല്ലാഹു പറയുന്നത്. ഫലാ തഖ്ലഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് അവരാകർഷിക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ വർത്തമാനങ്ങൾ നിങ്ങൾ താഴ്ത്തി സംസാരിക്കാൻ പാടില്ല. ഒന്ന് കൊഞ്ചിയും ചരിഞ്ഞും ഒന്ന് ചാഞ്ഞും ചരിഞ്ഞുമുള്ള സംസാരങ്ങൾ, ആകർഷിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അന്യ പുരുഷന്മാർക്ക് ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു തൊമഅ തോന്നും, ഒരു ആഗ്രഹം തോന്നുന്ന രൂപത്തിൽ അതായിത്തീരും. അതുകൊണ്ട് അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ സംസാരിക്കണം. ചാഞ്ഞും ചരിഞ്ഞുമൊക്കെ ഒരു ഖുദൂഓടുകൂടി ഇങ്ങനെ ഒരു താഴ്ത്തിയുള്ള ശബ്ദം നിങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ള മാന്യമായ വാക്കുകളാണ് നിങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അത്ര ഗൗരവമുള്ള വിഷയമാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഒരു തിന്മയിൽ എത്തിപ്പെടാതിരിക്കാനുള്ള വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെയും വിശ്വാസിനിയെയും കൃത്യമായി പഠിപ്പിക്കുകയും ഞാനും നിങ്ങളുമൊക്കെ ഏറെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. നിങ്ങൾക്ക് സന്തോഷമില്ലേ, വിളിക്കൂ സല്ലപിക്കൂ എന്ന് പറയുന്ന സൈറ്റുകൾ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമില്ലേ? കുടുംബത്തിൽ ഭാര്യയുമായിട്ടുള്ള സംസാരം ശരിയാവണില്ലെങ്കിൽ ഇതാ വേറെ അന്യ പെണ്ണുണ്ട്, അവരോട് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുകയാണ്. രാത്രികാലങ്ങളിൽ അന്യ പുരുഷന്മാർ എത്രയാണ് മറ്റു സ്ത്രീകളോട് സംസാരിക്കുന്നത്, അന്യ സ്ത്രീകൾ എത്ര പുരുഷന്മാരോട് സംസാരിക്കുന്നു എന്ന് നമ്മളൊന്ന് അതിന്റെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ഞെട്ടുന്ന രൂപത്തിലുള്ള തിന്മകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നഊദുബില്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ കാണാം. അതുകൊണ്ട് സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു അൻസാരിയായ സ്വഹാബി ചോദിച്ചു, സ്ത്രീകളുടെ അടുക്കലേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ള ആളുകളല്ലാത്ത ആളുകളുണ്ട്, എന്താണ് ഒരു പെണ്ണും ഒരു പുരുഷനും ഒറ്റപ്പെടാൻ പാടില്ല? അല്ലാഹുവിന്റെ റസൂലിനോട് അൻസാരിയായ സ്വഹാബി ചോദിച്ചു, ഹദീസ് കേട്ടപ്പോൾ സ്ത്രീകളിലേക്ക് കടന്നു പോകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അഫറഅയ്തൽ ഹമുവ, അല്ലാഹുവിന്റെ റസൂൽ ഹമുവ ആണെങ്കിലോ? പ്രവാചകൻ പറഞ്ഞു ഹമുവ് എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, മരണമാണ്, ഇത് നാശമാണ് എന്ന് റസൂൽ പറഞ്ഞു. ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് അൽ ഹമുവ് എന്ന് പറഞ്ഞാൽ ആരാ? അഖു സൗജ്, ഭർത്താവിന്റെ സഹോദരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാം. എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരനും എന്റെ ഭാര്യയും ഒറ്റപ്പെടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. നമ്മൾ പറയാ സഹോദരിയല്ലേ, ആ കുഴപ്പമില്ല, അവരെന്താ ബൈക്കിൽ പോയാൽ
അവരെന്താ ഒറ്റയ്ക്കിരുന്നാലേ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പക്ഷേ റസൂലുള്ളാഹി ആ വിഷയത്തിന് ഗൗരവമായി കണ്ടു. വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ അമ്മാവന്റെ മകനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള ആ അന്യ പുരുഷന്മാരായ സ്ത്രീക്ക് മഹ്റമല്ലാത്ത ആളുകൾ അവരുമായുള്ള ഒറ്റയ്ക്കുള്ള ഇരുത്തം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി എന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് മഹാനായ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തുന്നു. സഹോദരനെ പോലെ, മാമാന്റെ മകനെ പോലെയുള്ള ആളുകളൊക്കെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യനാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറയാണ്, ലാ തഖ്ലഉന്ന ബിഇംറഅത്തിൻ, നിങ്ങൾ ഒരു സ്ത്രീയുമായി ഒറ്റപ്പെടാൻ പാടില്ല. അവൾ നിങ്ങൾ പഠിപ്പിക്കുന്ന ഖുർആനാണെങ്കിലും ശരി, അവൾ ഹിഫ്ദ് പഠിക്കുന്ന ഒരു പെണ്ണാണെങ്കിലും ശരി, ഞാനൊരു ഉസ്താദാണ്, ഒരു അന്യ പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, അവളും ഒരു അന്യനായ പുരുഷനും ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ പോലും ഒറ്റയ്ക്കാക്കാൻ പാടില്ല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി നമ്മെ ബോധിപ്പിക്കുന്നു. പ്രിയമുള്ള, എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഞാൻ നിങ്ങൾ ഒറ്റപ്പെടലിൽ തിന്മകൾ കടന്നു വരാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് എല്ലാ മാതിരികളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കില്ല. മഹ്റമില്ലാതെ നിങ്ങൾ ഒരാളും ഒരു അന്യ സ്ത്രീയുമായി ഒറ്റപ്പെട്ടിരിക്കാൻ പാടില്ല. അവളെ ഉപ്പുള്ളപ്പോ, അവളെ ഭർത്താവുള്ളപ്പോ, അവളുടെ സഹോദരനുള്ളപ്പോ ഒക്കെ നമുക്ക് ഒരാളുമായിട്ട് ഒറ്റയ്ക്ക് പ്രശ്നമല്ല. പക്ഷേ അവൾ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി ബോധ്യപ്പെടുത്തി. അന്യ പുരുഷനുമായി ഒരു സ്ത്രീ ഒറ്റപ്പെടണമെങ്കിൽ അവന്റെ കൂടെ ആരുണ്ടാകണം? അവളുടെ കൂടെ മഹ്റം ഉണ്ടാകണം. അവൾക്ക് വിവാഹം നിഷിദ്ധമായ ആളുകൾ അത് ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കും. കണ്ണും കാതും അത് ആ തിന്മകളിലേക്ക് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ണിനെയും കാതിനെയും ഒക്കെ, നടത്തത്തെയും പിടുത്തത്തെയും ഒക്കെ, സ്പർശനവുമായി ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബു അസ്സിനാ വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, നിങ്ങൾ അതിന് അടുക്കൽ പോലും പോകാൻ പാടില്ല. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് ഏറ്റവും മ്ലേച്ഛമായ കാര്യമാണ്. വസാഅ സബീല, അത് ഏറ്റവും വൃത്തികെട്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലാ തഖറബുൽ ഫവാഹിശ മാ ദഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ ഫവാഹിശകളെ നിങ്ങൾ സമീപിക്കാൻ പാടില്ല. ഇത്ര ഗൗരവമാണെന്ന് പറയണത്. ഞാൻ നിങ്ങളുമൊക്കെ വളരെ ഗൗരവത്തിൽ കാണാം. ഇത്തരം തിന്മകൾ ആ ജീവിതത്തിൽ വന്നു പോകുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാകൂല, ഒരു നിലക്ക് സമാധാനം ഉണ്ടാകൂല, കുടുംബത്തിന് സമാധാനം ഉണ്ടാകൂല, തന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊക്കെ എങ്ങനെ സകല രോഗങ്ങളും ഒരു മനുഷ്യനെ ഒന്ന് പിടിപെടാൻ വരെ സാധ്യതയുള്ള തിന്മയായിട്ടാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം. ഇത്തരം തിന്മകൾ ചെയ്തു പോകുന്ന മനുഷ്യന്മാരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നില്ലേ? വയസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അവനിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. അന്യ സ്ത്രീയുമായിട്ടുള്ള സംസാരങ്ങൾ, ബന്ധങ്ങൾ, പ്രണയബന്ധങ്ങളൊക്കെ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. അതിൽ എത്ര കണ്ട് നമ്മൾ ന്യായങ്ങൾ പറഞ്ഞാലും തിന്മ തന്നെയാണ്. ഒരു വേള അവൾ നാളെ മരണപ്പെട്ടു എന്ന് വരാം, ഒരു വേള ഞാൻ മരണപ്പെട്ടു എന്ന് വരാം. അതോടുകൂടി ആ വിഷയത്തിൽ നമ്മൾ തിന്മയിലായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അത്തരം ബന്ധങ്ങളെ അല്ലാഹു റസൂൽ നിരോധിക്കുന്നത്. ലിവാത്തുമായി ബന്ധപ്പെട്ട്, ലെസ്ബിയൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പറയും. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള മനുഷ്യന്മാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ലഅനല്ലാഹു വൻ ആമില ഖൗമ ലൂത്ത്, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള മനുഷ്യന്മാർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്നാണ്. ഒരു കപ്പിൾസ് ആണ്, അവർ ഒരുമിച്ച് അങ്ങനെ ജീവിക്കുന്നവരാണ്. നിങ്ങൾ എന്തിനാ അതൊക്കെ പറയണത്? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ലൂത്ത് നബിയുടെ കാലത്ത് തിന്മയുടെ ശാപം ലഭിച്ച ആളുകളായിട്ടാണ് അല്ലാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജുഹൈന എന്നൊരു പെണ്ണ് വരുന്നുണ്ട്. അവൾ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ വഹനിലാണ്, ഞാൻ ഗർഭിണിയാണ്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയാണ്, ഒരു അന്യപുരുഷനുമായിട്ട് ആ ബന്ധം സ്ഥാപിച്ച് അയാളിൽ നിന്ന് എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്, ഞാനിപ്പോൾ ഹമലത്തിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിന്റെ അസബത്തു ഹദ്ദൻ, എനിക്ക് ശിക്ഷ വേണം റസൂലേ, ദുനിയാവിലെ വ്യഭിചരിച്ച പെണ്ണിന് ശിക്ഷയുണ്ട്, ആ ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങണം റസൂലേ എന്ന് ആ പെണ്ണ് പറയാൻ. വിചാരത്തിന്റെ ശിക്ഷയെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, കാരണം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ആഗ്രഹം, പ്രവാചകനെ എനിക്ക് ശിക്ഷ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയുടെ വലിയനെ വിളിച്ചു. വലിയനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, നിങ്ങൾ അവളോട് മാന്യമായി പെരുമാറണം. അവൾ തിന്മ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവൾ തൗബ ചെയ്ത് മടങ്ങാൻ പോവുക, അതുകൊണ്ട് നിങ്ങൾ ആ പെണ്ണിനോട് ഏറ്റവും മാന്യമായി പെരുമാറണം. ഫൈദാ വദഅത്, അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഫഅത്നി, എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം അവളെ. ഫഫഅല, അയാൾ അതുപോലെ ചെയ്തു. പ്രവാചകന്റെ അടുക്കലേക്ക് ആ സ്ത്രീയെ കൊണ്ടുവരപ്പെട്ടു. ഫഅമറ ബിഹാ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. ഫശദ്ദത് അലൈഹ സിയാബഹ, അവളുടെ വസ്ത്രങ്ങളൊക്കെ അതിങ്ങനെ കെട്ടി നിർത്തിയതിനു വേണ്ടിയിട്ട് ആ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി. സുമ്മ അമറ ബിഹാ ഫറുജിമത്, പിന്നെ അവിടെ എറിഞ്ഞു കൊന്നു. സുമ്മ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം ആ പെണ്ണിന് വേണ്ടി നമസ്കരിച്ചു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ദീനിന്റെ വിഷയത്തിൽ വളരെ കാർക്കശക്കാരനാണ്, വളരെ ഗൗരവമുള്ള വ്യക്തിത്വമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, ഉസ്ലി അലൈഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഖദ് സനത്, അവൾ വ്യഭിചാരിണിയല്ലേ അല്ലാഹുവിന്റെ റസൂലേ, അവൾക്ക് വേണ്ടി എന്തിനാണ് അങ്ങ് നിസ്കരിച്ചത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വല്ലാത്തൊരു മറുപടിയുണ്ട് അവളുടെ തൗബയെ സംബന്ധിച്ച്. പ്രവാചകൻ പറഞ്ഞു, ലഖദ് താബത് തൗബതൻ ലൗ ഖുസിമത് മിൻ അഹ്ലിൽ ബൈന 70 അഹ്ലിൽ മദീന, മദീന നിവാസികളായ സ്വഹാബികളായ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവരായ സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരായ 70 സ്വഹാബിമാർ, അവർ മദീനയിലെ ആളുകൾ, അവർ തൗബ ചെയ്യുന്നതിനേക്കാളും എത്രയോ മഹത്തരമാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ള തൗബ ഉമറേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിന്റെ തൗബയെ സംബന്ധിച്ച് പറയുന്നത്. പ്രിയമുള്ളവരെ, തിന്മകൾ ചെയ്ത മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മനുഷ്യന്മാരുടെ തൗബ സ്വീകരിച്ച് അവനെ പാപമംഗലമായ ഒരു ജീവിതത്തിൽ നിന്ന് മുക്തി നേടി അയാൾ നന്മയിലേക്ക് കൂടുതൽ ഖുർബത്ത്, കൂടുതൽ പുണ്യം നേടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തിന്മകൾ ചെയ്തു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് മനുഷ്യന്റെ മുന്നിൽ. അതുകൊണ്ട് തിന്മകൾ കടന്നു വരുമ്പോൾ ഇനി ഞാനില്ല ഇസ്ലാമിലേക്ക്, ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മളൊരു മോശപ്പെട്ട ഒരാളാണ് ധരിക്കാൻ പാടില്ല വിശ്വാസം. തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങി ഇവരിക്കലും ആ തിന്മയിലേക്ക് പോകില്ല എന്ന് തീരുമാനിക്കാൻ എനിക്ക് നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. അങ്ങനെ ഒരു നല്ലൊരു കുടുംബ ജീവിതം നമുക്കുണ്ടാകും, നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടാകും. അങ്ങനെ ആ സമൂഹം വളർന്നു വന്ന് നാളെ ഒരു സച്ചരിതരായ ഒരു സമൂഹമായി മാറുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന വ്യക്തികൾ എന്ന നിലയിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള ഉറച്ച ബോധവും വിശ്വാസവും ഒക്കെ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, നന്മയാർജിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഫീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിനെ ഒരു സ്ത്രീ ഒരു തിന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രവാചകന്റെ സൗന്ദര്യം, ആ പ്രവാചകന്റെ സൗന്ദര്യം കണ്ടിട്ട് ആകൃഷ്ടയായിട്ട് ഒരു ദിവസം അയാളുമായി ക്ഷയിക്കാനുള്ള, ഒരുമിച്ച് കഴിയാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ആ പെണ്ണ മനുഷ്യൻ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാം പല രൂപത്തിലും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. ഇമ്രാത്തുൽ അസീസി എന്നാണ്, ആ നാട്ടിലെ രാജാവിന്റെ ഭരണാധികാരിയുടെ ഭാര്യയാണ്, അന്യപുരുഷനാണ്, സ്വന്തമായി ഭർത്താവുണ്ട്. എന്നിട്ടും വ്യഭിചാരത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പുരുഷനുള്ള അമിതമായ ഒരു ആഗ്രഹത്താൽ അവൾ യൂസുഫ് നബി അലൈഹി സ്വലാമയെ വിളിച്ചുകൊണ്ടേയിരുന്നുവെന്ന് ആ നാട്ടിലെ മുഴുവൻ സ്ത്രീകളും അവളെ പരിഹസിച്ചു. ആ സ്ത്രീകളെയും, നല്ലവരായ സ്ത്രീകൾ ആ സ്ത്രീകളെയും വിളിച്ചു വരുത്തി അവരുടെ കൈകളിലേക്ക് ഒരു കറിക്കത്തി കൊടുത്ത് പച്ചക്കറികൾ എറിയാൻ ഏർപ്പാടാക്കിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാമയെ ആ പെണ്ണിങ്ങനെ
അവരുടെ മുന്നിലൂടെ നടത്തിച്ചു. അവരുടെ കൈകൾ മുറിഞ്ഞു എന്ന് അത്ര കണ്ട് സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും ഒരു സ്ത്രീയിലേക്ക് ചായുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച്, ആ ഒരു മോശമായ അവസ്ഥ കടന്നു വരുന്നതിനെ സംബന്ധിച്ച് ഒരു നിലക്കും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷെ ആ തിന്മയിലേക്ക് ചാഞ്ഞു പോകുമോ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഭയപ്പെട്ട സംഭവത്തെ സംബന്ധിച്ച് ഖുർആൻ ഇങ്ങനെ പറയുന്നത് കാണാൻ കഴിയും. ഖാല റബ്ബിസ് സിജ്ൻ അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹുവേ, എനിക്ക് ഒരു സിജ്നാണ്, ഒരു ജയിലാണ് ഉത്തമമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിന് സന്നിഹിതനായിട്ടില്ല എങ്കിൽ ജയിലിലടക്കി. പക്ഷേ ആ തിന്മയെ ചെയ്യാൻ യൂസുഫ് നബി അലൈഹി സ്വലാം തയ്യാറായില്ല. എനിക്കിഷ്ടം അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി, എന്നിലേക്ക് ക്ഷണിക്കുന്ന ഈ തിന്മയെക്കാളും എനിക്കിഷ്ടം അസ്സിജ്നാണ്, ജയിലാണ്. റബ്ബേ വഇല്ലാ അൻ തസ്രിഫു അന്നി കൈദിഹിൻ. അല്ലാഹുവേ, ഈ സ്ത്രീകളുടെ കൈദിൽ നിന്ന്, തന്ത്രത്തിൽ നിന്ന് നീ എന്നെ പിന്തിരിപ്പിക്കുന്നില്ല എങ്കിൽ അസ്ബു ഇലൈഹിൻ, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വഅകും മിനൽ ജാഹിലീൻ, ഞാൻ അജ്ഞരിൽ, വിവേകമില്ലാത്ത മനുഷ്യരിൽ പെട്ടുപോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് എനിക്ക് ജയിൽ മതി എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത്തരം തിന്മകൾ വേട്ടയാടുന്ന മനുഷ്യരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച നിലപാടിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഇത്തരം തിന്മകൾ വേട്ടയാടുന്ന മനുഷ്യരുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ഈ ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ തിരിച്ചു നടക്കാൻ തയ്യാറാണ് എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇത്തരം തിന്മകൾ വേട്ടയാടുകയില്ല എന്ന് വളരെ ഗൗരവത്തിൽ അതിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു സന്ദർഭത്തിനെ പോലും അദ്ദേഹം ഭയപ്പെട്ടു. അല്ലാഹുവിനെ ഇന്നി യഖാഫുല്ലാഹ്, എന്റെ റബ്ബിനെ ഭയപ്പെടുന്നുണ്ട്. എല്ലാ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും എന്നെ അറിയുന്ന എന്റെ റബ്ബ്, അവനെ പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തീരുമാനിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. അള്ളാഹു അനുവദിക്കാത്ത പ്രണയബന്ധങ്ങൾ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യന് സമാധാനം നഷ്ടപ്പെടും, ഉമ്മയോടും വാപ്പയോടുമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടും, ഭാര്യയോടുള്ള ബന്ധം നഷ്ടപ്പെടും, കുടുംബത്തിലെ സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടും. അന്യായമായ രൂപത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യൻ കടന്നു പോകാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരും. അങ്ങനെ എല്ലാവിധത്തിലുള്ള നാശങ്ങളിലേക്ക് മനുഷ്യൻ ചെന്നകപ്പെടും. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമായിട്ടാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സംസാരം നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ദീനിനെ വളരെ ഗൗരവമായി കാണുന്ന, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഗൗരവമായി കാണുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം കരഗതമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാകാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, സകലവിധ തിന്മയിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾക്ക് നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ നീ പൂർത്തീകരിച്ച് നൽകുകയും നിന്റെ മാർഗത്തിൽ നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾ അവരെയും ഞങ്ങളെയും എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വയ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.